ചിന്തകൻ, സാമൂഹ്യ നിരീക്ഷകൻ, വാഗ്മി, എഴുത്തുകാരൻ, അങ്ങനെ പല നിലകളിൽ മലയാളിക്ക് പരിചിതനായ ശ്രീ KEN കുഞ്ഞഹമ്മദാണ് ഇന്ന് വ്യൂ പോയിൻറ്റിൽ അതിഥി. സ്വാഗതം വ്യൂ പോയിൻറ്റ്. നമ്മൾ ഈ സംഭാഷണം തുടങ്ങുമ്പോൾ ഏറ്റവും അടുത്ത് നമ്മുടെ കൺമുന്നിലൂടെ കടന്നുപോയ ഒരു കാര്യം, ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായി ഒരു ആംബുലൻസ് യാത്ര ചെയ്യുമ്പോൾ അതിനെ വരെ ഏറ്റവും വർഗീയമായ ഏറ്റവും നീചമായ ഭാഷയിൽ വിശേഷിപ്പിക്കാൻ പാകത്തിൽ ആളുകളുണ്ടാവുന്നു. അങ്ങനെയുള്ള ആളുകൾ മുൻകാലത്തും ഉണ്ടായിരിക്കാം. പക്ഷേ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളം പോലും എത്തിയിരിക്കുന്നു എന്നത് എത്രത്തോളം ഭീഷണി ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. കേരളം രാഷ്ട്രീയമായിട്ട് മുന്നിലായിരിക്കുമ്പോഴും സാംസ്കാരികമായിട്ട് അത് പിറകിൽ നിൽക്കുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നോക്കാവസ്ഥയും അതിൻ്റെ സാംസ്കാരിക പിന്നോക്കാവസ്ഥയും സൃഷ്ടിച്ചിട്ടുള്ള ഒരു വലിയ കീഴ്മേൽ മറച്ചിൽ കൂടിയാണ് സത്യത്തിൽ നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. നമ്മൾ ഉത്തരേന്ത്യയിലെ ഹിന്ദു പാനിയെക്കുറിച്ചും മുസ്ലിം പാനിയെക്കുറിച്ചും കുടിവെള്ളം പോലും രണ്ടായി പകുക്കപ്പെടുന്ന അവസ്ഥയിൽ നമ്മുടെ സമൂഹം വിഭജിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള വേദനകളും ഉത്കണ്ഠകളുമാണ് നമ്മൾ പ്രകടിപ്പിച്ചത്. നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ടാണ് ഇതുവരെ നമ്മുടെ സാമൂഹ്യ വിശകലനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ അവിടെ സംഭവിക്കുന്നു. അപ്പോഴും അതിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതം ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ സജീവമാണ് എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്നു. ആ അഭിമാനം പൂർണ്ണമായും അപ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്നും അതിന് പ്രസക്തിയുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ പോലും എന്ന് നേരത്തെ പറഞ്ഞത് 100% പ്രസക്തമാകും വിധം വർഗീയവൽക്കരണം. ഒറ്റ വാചകത്തിൽ എനിക്ക് തോന്നുന്നത്, നമ്മൾ നേരത്തെ ആശയവിനിമയം, സംവാദം എന്നൊക്കെ പറയുമ്പോൾ അതിൽ വസ്തുതകൾ, വിവരങ്ങൾ, സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്നാലിപ്പം വിവരങ്ങൾക്കും വസ്തുതകൾക്കും സംഭവങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. മറിച്ച് അന്ധമായ ഒരു തരം വികാരപരതയുടെ ഒരവസ്ഥയാണ്. അപ്പോൾ നേരത്തെ തന്നെ ജനാധിപത്യവാദികൾക്ക് കൃത്യമായും പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അത് ഈ അന്ധമായ വികാരപരതയെ സൂക്ഷ്മമായ വിചാരപരത കൊണ്ട് പ്രതിരോധിക്കുക. പക്ഷേ ഒരു ഫാസിസ്റ്റ്വൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ഒരിക്കലും നമുക്ക് സൂക്ഷ്മമായ വിചാരപരത കൊണ്ട് മാത്രം ഈ അന്ധമായ ഭീകരതയെ പ്രതിരോധിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. ഒരു കാരണം നമ്മുടെ ഭാഷ തന്നെ മലിനമാക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഭാഷയുടെ ഫാസിസ്റ്റ്വൽക്കരണം, നാസിവൽക്കരണം അത് സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നാസത്തെ എതിർക്കുന്ന ആളുകൾക്ക് പോലും അവർ മലിനമാക്കിയ അതേ ഭാഷയിൽ വേണം അത് നിർവഹിക്കാനുള്ളൊരവസ്ഥ. അത് വല്ലാത്തൊരു ഭീതിതമായ അവസ്ഥയാണ്. ഇന്ത്യ ജീവിക്കണോ മരിക്കണോ എന്ന നിർണായകമായ ഒരു ചരിത്ര സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വിശ്വാസികൾ അവിശ്വാസികൾ, ഇന്ത്യക്കാർ പാകിസ്ഥാൻകാർ, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ, ഈ രീതിയിലുള്ള വിഭജനം, ഫാസിസം നിർമ്മിച്ചിട്ടുള്ളൊരു കൃത്രിമ വിഭജനത്തെ നമ്മളും അഡ്രസ്സ് ചെയ്യേണ്ടി വരികയാണ്. നമ്മളും അങ്ങനെ വിശ്വാസികൾ അവിശ്വാസികളല്ല. ഇന്ത്യൻ ജനതയെ ആ നിലക്കല്ല നോക്കി കാണേണ്ടതെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആ പറച്ചിൽ പോലും പരോക്ഷമായിട്ട് ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ സൃഷ്ടിച്ചിട്ടുള്ളൊരു കൃത്രിമ അന്തരീക്ഷത്തിന് അത് അറിയാതെ ഒരു സഹായമായിട്ട് മാറുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് സംഭവിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാനാവാത്ത ഒരു അട്ടിമറിയാണ് അവർക്ക് നടത്താൻ പറ്റിയത്. ജന്മഭൂമിയിലെ പത്രവാർത്ത, രാഷ്ട്രത്തിൻ്റെ സ്ഥിരത നിലനിർത്താൻ മോദിയെ പിന്തുണയ്ക്കുക എന്ന തലക്കെട്ടിൽ നൂറുകണക്കിന് നമ്മുടെ പ്രിയപ്പെട്ട കവി അക്കിത്തം മുതൽ മാടമ്പ് കുഞ്ഞുകുട്ടൻ മുതൽ നിരവധി എഴുത്തുകാർ, നാരായണക്കുറുപ്പ് മുതൽ നിരവധി എഴുത്തുകാർ അവരതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ നടുക്കുണ്ടാക്കും. ആ ഭാഷ എന്താണെന്ന് പറഞ്ഞാൽ അർബൻ നക്സലുകളെ പിന്തുണയ്ക്കുന്നവരും പാകിസ്ഥാൻ ഭാഷ സംസാരിച്ച് ഇന്ത്യയെ അസ്ഥിരമാക്കാൻ ശ്രമിക്കുന്നവരുമായ ജനാധിപത്യ വിരുദ്ധ ശക്തികളെ പരാജയപ്പെടുത്താൻ സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒപ്പിട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, അതിലെ ഒന്നാമത്തെ പ്രയോഗം അർബൻ നക്സലുകൾ എന്നുള്ള പ്രയോഗം ആരുടെ നിർമ്മിതിയാണ്? അത് തീർച്ചയായിട്ടും സമീപകാലത്ത് രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടൊരു പരികല്പനയാണ്. ഇന്ത്യ വിരോധം പാകിസ്ഥാൻ, കുമ്പളങ്ങ വിരോധം ബീഫ്, ഇത്തരം വൈകാരിക പരിസരങ്ങളെയോ അല്ലെങ്കിൽ തീവ്രമോ കപടമോ ആയ
ദേശീയ വികാരങ്ങളെയോ ഒക്കെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഉത്തരേന്ത്യയിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ അവർ വിജയിപ്പിച്ചെടുത്ത ഒരു പദ്ധതിയുമാണ്. കേരളത്തിൽ പക്ഷേ ഈ സമീപകാലത്താണ് ഇത് വലിയ തോതിൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ഘടകമായി മാറുന്നത്. എന്തുകൊണ്ടാണ് ഈ കേരളത്തിലേക്ക് ഇത് വളരെ വൈകി, അല്ലെങ്കിൽ ഇപ്പോൾ അത് വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്താനുള്ള ഒരു കാര്യം എന്താണ്? 2-3 കാരണങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലൊന്ന്, ഇന്ത്യയിലെ ഫാസിസത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്, ഭീഷണി ഉയർത്തുന്നത് കേരളീയ സമൂഹത്തിലെ മതനിരപേക്ഷ ഇടതുപക്ഷ സാന്നിധ്യമാണ്. അതുകൊണ്ട് കേരളത്തെ പൊളിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അത് നരേന്ദ്രമോദി മുതൽ അമിത്ഷാ മുതൽ എല്ലാ സംഘപരിവാറിൻ്റെ അഖിലേന്ത്യാ നേതാക്കളും ഒരർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് അവർ മുന്നോട്ട് വെച്ചത് വളരെ ആഴത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതായത് ഉത്തരേന്ത്യയിൽ രാമജന്മഭൂമി എങ്ങനെയാണോ അങ്ങനെയാണ് കേരളത്തിൽ ശബരിമല എന്ന രീതിയിലുള്ള പ്രയോഗം നടത്തി. ഇവിടെ ദൈവവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം ആവിഷ്കരിക്കാനോ പൂജ നിർവഹിക്കാനോ ഉള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ് എന്ന് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്നും ഫാസിസം സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലും മുൻവിധികളിലും വെറുപ്പിലും തീവ്ര വികാരപരതയിലും വ്യാജ ദേശാഭിമാനത്തിലും ഒക്കെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ സംഘപരിവാറിന് പ്രയാസമാണ്. അപ്പോൾ അതിനവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കുറുക്ക് വഴി, ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ സമൂഹങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ ഇടപെടുകയും പിടിമുറുക്കുകയും ചെയ്തു. അത് എത്രയോ കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷേ അന്നൊന്നും ഏതെങ്കിലും ഒരു സംഘപരിവാർ ആഭിമുഖ്യമുള്ള ഒരു സന്യാസി പോലും സംഘപരിവാറിന് വോട്ട് ചെയ്യണമെന്നും ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്നും ഇപ്പം ചിദാനന്ദപുരി പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല. പരസ്യമായി പറഞ്ഞിട്ടില്ല. എല്ലാ രഹസ്യ പ്രവർത്തനവും നടത്തിയിരുന്നു, പക്ഷെ പരസ്യമായി പറയാറില്ല. അപ്പോൾ ഈ രീതിയിൽ, അതായത് ആത്മീയതയുടെ ഒരു തലത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ആത്മീയതയുടെ തലത്തിൽ നിന്നല്ല പ്രതിരോധം ഉണ്ടാവുന്നത്, പച്ചയായുള്ള രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. നേരത്തെ മുതൽ തുടങ്ങിയ ഒരു വലിയ പദ്ധതി, ഇപ്പോൾ RSSൻ്റെ കാര്യത്തിൽ RSS 1925 മുതൽ തുടങ്ങിയ ഒരു പദ്ധതിയുടെ വിത്ത്, അതിൻ്റെ കൊയ്യൽ പിന്നീട് കുറേ കാലത്തിന് ശേഷം നടന്നു. സമാനമായൊരു പ്രക്രിയ കേരളത്തിൻ്റെ അടിത്തട്ടിൽ നടക്കുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നത് നമ്മൾ ഈ നേരത്തെ ഊറ്റം കൊണ്ടിരുന്ന രാഷ്ട്രീയ പ്രബുദ്ധത, അല്ലെങ്കിൽ സാംസ്കാരികമായ ഔന്നത്യം, ഇതൊക്കെ വെറും വ്യാജമായ നിർമ്മിതികളായിരുന്നു, അല്ലെങ്കിൽ വ്യാജമായ അവകാശവാദങ്ങളായിരുന്നു എന്നുകൂടിയല്ലേ തെളിയിക്കുക? ഇതിൽ ആദ്യം ഞാൻ ഒരു കാര്യം കൂടി പറയാം, നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ. അതായത് സംഘപരിവാർ വിതരണം ചെയ്യുന്ന അവരുടെ ലഘുലേഖകൾ നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു ആശയാവതരണം കാണാം. അതവരുടെ ബൗദ്ധിക ആശയപ്രചാരണത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിലവർ പറയുന്നത് അമൃതാനന്ദമയി മഠം, അയ്യപ്പ സേവാ സംഘം, RSS, വിശ്വഹിന്ദു പരിഷത്ത്, ഇതെല്ലാം പരസ്പര പൂരകമായി പ്രവർത്തിച്ചതിൻ്റെ, ശ്രീനാരായണ പ്രസ്ഥാനം, ഇതെല്ലാം പരസ്പര പൂരകമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇവിടുത്തെ നവോത്ഥാനവും ആധുനികതയും ഒക്കെ രൂപപ്പെട്ടതെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്ലക്റ്റിക് സ്വഭാവം വളരെ വ്യക്തമാണ്. കാരണം ശ്രീനാരായണ പ്രസ്ഥാനത്തെയും RSSനെയും അമൃതാനന്ദമയി മഠത്തെയും അയ്യപ്പ സേവാ സംഘത്തെ എല്ലാവരും കൂട്ടി ആക്കുകയാണ്. അപ്പോൾ ഇത് സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു ആശയ പരിസരത്തിൽ, അല്ലെങ്കിൽ ഒരു സംവാദ പരിസരത്തിൽ അവർക്ക് ജനാധിപത്യത്തിൻ്റെ മുമ്പിൽ, മതനിരപേക്ഷ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ അതേ സമയം തന്നെ കേരളത്തിൻ്റെ ഒരു സാമാന്യ ബോധത്തിൽ ഇത് ഭാഗികമായിട്ടെങ്കിലും സ്വീകരിക്കപ്പെടും. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ ആസൂത്രിതമായുള്ളൊരു പ്രചാരണം അവർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, എല്ലാ വിധത്തിലുള്ള ആഘോഷങ്ങളിലും അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആരാധനാലയങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും അവർ പിടിയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വാസത്തിൻ്റെ ഭാഗത്താണ് എന്നവർ പറയുമ്പോൾ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് തന്നെയാണല്ലോ എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ അത് അവരുടെ പ്രചാരണത്തിൻ്റെ പ്രത്യേകിച്ചും ഒരു തന്മാത്രാ തലത്തിൽ, ഒരു മോളിക്കുലാർ തലത്തിൽ തന്നെ അവർ നടത്തുന്ന ദീർഘമായുള്ള സാംസ്കാരിക പ്രചരണത്തിൻ്റെ ഭാഗം. പിന്നെ ജാതി മേൽക്കോയ്മക്ക് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ഒരു മേൽക്കോയ്മ ഉണ്ട്. ആ മേൽക്കോയ്മ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ സൗകര്യപ്രദമാണ്. നേരത്തെ സാംസ്കാരിക പ്രവർത്തകർ, ദൈക്ഷണികർ അവരൊന്നും സംഘപരിവാർ പരിഗണിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ദൈക്ഷണികരാവട്ടെ സംഘപരിവാറിനെയും പരിഗണിച്ചിട്ടില്ല, അവരോട് എതിരിട്ടുകൊണ്ടാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതൊന്ന്, സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന ദൈക്ഷണികരുണ്ടായി തീർന്നു എന്ന് മാത്രമല്ല, അവരെ എതിർക്കുന്ന ദൈക്ഷണികരും സംഘപരിവാറിനെ 100% അതിൻ്റെ ഒരു ഭീകരത ഉൾക്കൊണ്ടുകൊണ്ട് എതിർക്കുന്നതിൽ മുന്നോട്ട് വരുന്നില്ല എന്ന് കാണാൻ പറ്റും. സാമാന്യമായിട്ട് മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്നവർ തന്നെയാണ്. പക്ഷേ അവർ പോലും ഇതിൻ്റെ ഒരു ഭീകരത, ഇതെങ്ങനെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ മനസ്സിലായിട്ടും പലവിധ കാരണങ്ങളാൽ വേണ്ടത്ര ഫാസിസത്തിനെതിരെയുള്ള പ്രതിരോധമായിട്ട് അവർ വരുന്നില്ല. അപ്പോൾ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുപട്ടികയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. ഇടതുപക്ഷമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു. ആ കേരളത്തെ ഇല്ലാതാക്കുക, കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഇല്ലാതാക്കുക. ഇപ്പോൾ ഇവരുടെ പല പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞാൽ മാംസം കഴിക്കുന്ന, മത്സ്യം കഴിക്കുന്ന, കമ്മ്യൂണിസ്റ്റുകാരധികമുള്ള, രാജ്യസ്നേഹമില്ലാത്ത, ഇതൊക്കെ കേരളത്തെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. എന്തിനധികം സാധാരണ ഒരു പ്രകൃതി ദുരന്തമൊക്കെ വരുമ്പോൾ ഏത് തരത്തിലുള്ള വിയോജിപ്പുണ്ടെങ്കിലും ആ സമയത്ത്, ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ഒരൈക്യം പങ്കുവെക്കാറുണ്ട്. പക്ഷേ ശബരിമലയിലെ സ്ത്രീ പ്രവേശനമാണ് പ്രളയത്തിന് കാരണം, മലയാളി ബീഫ് നിന്നാണ് പ്രളയത്തിന് കാരണം എന്നാ പറയുന്നത്. അപ്പോൾ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത, ഇടതുപക്ഷം അല്ലാത്ത ബാക്കിയുള്ള ആളുകളും ഈ പ്രളയം കൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ്. അതൊന്നും പരിഗണിക്കാതെയാണ്. ഇതാണ് ഈ അമിത വൈകാരിക പ്രസ്താവനകളുടെ ഒരു പ്രശ്നം. അവർ എന്തിനു വേണ്ടിയാണോ പ്രസ്താവന ഇറക്കുന്നത് അതിന് തന്നെ എതിരായി തീരും. അത് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ ഏത് വിധത്തിലാണ് അവർ കൈയടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ CPM അമ്പല കമ്മിറ്റികളിൽ അല്ലെങ്കിൽ ക്ഷേത്രോത്സവങ്ങളുടെ നടത്തിപ്പിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി പോലെയുള്ള ആഘോഷങ്ങളിൽ ഒക്കെ അതിൻ്റെ പങ്കാളിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ അതുപോലും പ്രതികൂല ഫലമുണ്ടാക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഈ ആരാധനാലയങ്ങൾ ഫാസിസ്റ്റുകൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും പിന്നെ ആരാധനാലയമായിട്ട് നിലനിൽക്കില്ല. അത് ഫാസിസ്റ്റ് പ്രചാരണ കേന്ദ്രമാവും. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? അത് സങ്കീർണമായുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിലെ ജനാധിപത്യ മതേതരവാദികൾ ജനാധിപത്യപരമായിട്ട് ഒത്തുചേരേണ്ടതുണ്ട്. അത്തരം ഒരു ഒത്തുചേരൽ കൊണ്ട് തീർച്ചയായിട്ടും ഗുണപരമുണ്ടാവും. അതുകൊണ്ട് ചുരുങ്ങിയത് ഒരു ജനാധിപത്യ മതനിരപേക്ഷ ആശയത്തിന് ഒരവതരണാനുമതി ലഭിക്കുന്ന തരത്തിൽ അത് യഥാർത്ഥ വിശ്വാസമായിട്ട് പൊരുത്തപ്പെടുന്നു. അവിടെ രാഷ്ട്രീയ പ്രചരണമല്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യം ഒരു ആരാധനാലയത്തിൻ്റെ ഭരണസമിതിയിലോ നടത്തിപ്പിലോ ഒക്കെ ഉണ്ടാവുക എന്നത് ഒരു നല്ല സങ്കല്പമായിരിക്കെ തന്നെ അത്തരം ശ്രമങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ ഒരു പിടിച്ചെടുക്കലായി വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ശബരിമല അതിൻ്റെ ഒരു ഉദാഹരണമാണ്. സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകുന്നു, അത് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഒരു സർക്കാർ അതിന് ശ്രമിക്കുമ്പോൾ ഇതാ വിശ്വാസികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, ആചാരങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അവിടെ പോകുന്ന ഭക്തരെ അറസ്റ്റ് ചെയ്യുന്നു. ഈ വിധത്തിലുള്ള പ്രചാരണങ്ങൾക്ക് വലിയ മുൻതൂക്കം കിട്ടുന്നൊരു ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. വലതുപക്ഷ ആശയത്തിന് തീർച്ചയായിട്ടും വിശ്വാസത്തിൻ്റെ മണ്ഡലത്തിൽ മേൽക്കൈ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഈ തരത്തിലുള്ളൊരു സംഘർഷം അനുഭവിക്കുന്നത്. അപ്പോൾ അതിലൊന്നാണ് ഫാസിസ്റ്റുകളുടെ പിടിയിൽ ആരാധനാലയങ്ങൾ അകപ്പെടാതിരിക്കുക എന്നുള്ളത്. അത് വിശ്വാസികൾ തന്നെ പുലർത്തേണ്ട ജാഗ്രതയാണ്. കാരണം ഫാസിസ്റ്റുകളുടെ പിടിയിൽ ആരാധനാലയങ്ങൾ അകപ്പെട്ടാൽ അവിടുന്ന് പുറത്താക്കപ്പെടുക യഥാർത്ഥ വിശ്വാസികളാണ്. സ്വാമി അഗ്നിവേശ് നമുക്ക് ആലോചിക്കാം. കാരണം യഥാർത്ഥ ഹിന്ദുമത വിശ്വാസത്തെ ഫാസിസ്റ്റുകൾക്ക് വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. കാരണം ഫാസിസ്റ്റുകൾ പറയുന്നത് മനുഷ്യബന്ധം എങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ള
അത്രമേൽ വെറുപ്പാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ സമീപകാലത്ത് അത്തരത്തിലുള്ള ഒരു തിരുത്തൽ ശബ്ദം ഈ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്നേയില്ല എന്നതല്ലേ വസ്തുത. ഇപ്പോൾ ഈ മതത്തിൽ നിന്ന്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദു മതത്തെ തന്നെയാണ്, ഹിന്ദു മതത്തിൽ നിന്ന് ഒരു നവോത്ഥാനത്തെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന ശബ്ദങ്ങൾ അത് കുറഞ്ഞു വരുന്നില്ലേ? അല്ല, ഹിന്ദു മതത്തിൽ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, മനുഷ്യ സൗഹൃദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ കേരളത്തിലുണ്ട്. പക്ഷേ അവർക്ക് അവരർഹിക്കുന്ന പ്രാധാന്യവും പ്രസക്തിയും കിട്ടുന്നില്ല. ഞാനിത് ചോദിക്കാനൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ശബരിമല ഒരു വിഷയമായി നമ്മുടെ മുന്നിലേക്ക് വന്നപ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയമായി അതിനെ വിശദീകരണം നൽകാൻ ഒക്കെയാണ് നമ്മൾ ശ്രമിച്ചത്. രാഷ്ട്രീയമായ വിശദീകരണം വേണം, അതുണ്ടായിരിക്കെ തന്നെ ഈ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് വേണ്ടത്ര അളവിൽ ഒരു നവോത്ഥാനത്തിന് ഊർജം നൽകുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം അതുണ്ടായില്ലല്ലോ. സാധാരണ നിലയ്ക്ക് അങ്ങനെയല്ലല്ലോ സംഭവിക്കാറ്. അത് ശരിയാണ്. കാരണം ഇത് വലിയൊരു പ്രചാരണമായിട്ട്, ഇതിൽ വേറൊരു കാര്യം കൂടി വളരെ പ്രസക്തമാണ്. ഇതിനെ എതിർക്കുന്നവരാണ് എതിർപ്പിന് വേണ്ടി വലിയ സംഘാടനം നടത്തുന്നത്. അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ആവിഷ്കാരം മാത്രമാണ്, അവരുടെ ഒരു അനുഭൂതി മാത്രമാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ ജനാധിപത്യവാദികൾ വിചാരിക്കുന്നതിലും എത്രയെത്രയോ ശക്തമാണ് ഇവിടുത്തെ ജാതി മേൽക്കോയ്മയുടെ ശക്തി. അതൊരു അപാരമാണത്. അതിനെ അത്ര എളുപ്പമൊന്നും അതിജീവിക്കാൻ പറ്റില്ല. അതൊരു ദീർഘകാല പ്രവർത്തനം ആവശ്യമുണ്ട്. ഇനിയുള്ള ഒരു കാലത്ത് ഇപ്പോൾ ശബരിമല ഏതളവിൽ കേരളീയ സമൂഹത്തെ വർഗീയമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ മനസ്സിലായേക്കാം. അതുപോലെ ഈ ജാതി മേൽക്കോയ്മയുടെ സ്വാധീനവും ഒരുപക്ഷെ മനസ്സിലായേക്കാം. ഇതിനെ അങ്ങോട്ട് പ്രതിരോധിക്കാൻ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രവർത്തനമോ സാമ്പ്രദായികമായ ഇടപെടലുകളോ മതിയാകും എന്ന് കരുതുന്നുണ്ടോ? അല്ല, സാമ്പ്രദായിക ഇടപെടലുകൾ മാത്രം മതിയാവില്ല. ഈ ആരാധനാലയങ്ങൾ, പള്ളിയാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും ചർച്ചാണെങ്കിലും ഒക്കെ മസിൽ പിടിച്ച് നിൽക്കാനുള്ളതല്ല, ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ളതാണ്. ഫാസിസ്റ്റുകൾ പോടാന്ന് പറഞ്ഞ് ആക്രോശിക്കുമ്പോൾ വന്നോളൂ എന്ന് പറയാനുള്ള വിനയമാണത് കാണിക്കേണ്ടത്. അതിൻ്റെ ക്ലാസിക്കൽ ഉദാഹരണമല്ലേ ന്യൂസിലാൻഡ്. അവിടെ ന്യൂസിലാൻഡ് നമ്മൾ ഓർക്കുന്നത് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ള ഈ വംശഹത്യയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആ രാഷ്ട്രം വംശഹത്യയെ എങ്ങനെ, വെള്ള ഭീകരതയെ എങ്ങനെ സ്നേഹപൂർവ്വം പരിചരിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയുടെ അവസ്ഥ എന്താ? ഇതുമായിട്ട് താരതമ്യം ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നരേന്ദ്രമോദി തന്നെ സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടി ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം വിളിച്ചു ചേർത്ത ഒരു സർവ്വമത സമ്മേളനം. ആ സർവ്വമത സമ്മേളനത്തിൽ തൊപ്പി വെച്ച മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അവർ മോഡിക്ക് തൊപ്പി കൊടുക്കുന്നുണ്ട്, മോഡി തൊപ്പി സ്വീകരിക്കുന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായുള്ളൊരവസ്ഥ എന്നാണ്. ഇവിടെ ജാതി വ്യവസ്ഥയുടെ അതുൽപ്പാദിപ്പിച്ച മുൻവിധികളുടെ വെറുപ്പിൻ്റെ ഒരു അദൃശ്യ ഭീകരാന്തരീക്ഷമുണ്ട്. ജാതി മേൽക്കോയ്മയുടെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലേക്കും അധികാര സ്ഥാപനത്തിലേക്കും ഒക്കെ ഫാസിസം ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും അതേ മാർഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. യൂറോപ്യൻ സമൂഹങ്ങൾക്ക് എന്തൊക്കെ പരിമിതി ഉണ്ടെങ്കിലും വർണ്ണ ഭീകരതയുടെ ഒക്കെ പശ്ചാത്തലമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഇന്ത്യൻ ജാതി വ്യവസ്ഥ പോലെ അടരടരായിട്ടുള്ളൊരു അധികാര സ്ഥാപനം അത്തരൊരു സമൂഹത്തിൻ്റെ സ്വതന്ത്ര വിനിമയത്തെ തടയുന്നില്ല. ഇവിടെ അതുകൊണ്ടാണ് ഒരു തൊപ്പി സ്വീകരിക്കാൻ പോലും മോഡിക്ക് പറ്റാത്തത്. ഇത് വിശ്വാസത്തിൻ്റെയോ വ്യത്യസ്ത വിശ്വാസങ്ങളുടെയോ വിശ്വാസമില്ലായ്മയുടെയോ ഒന്നും പ്രശ്നമല്ല. ഒരേ വായു ശ്വസിച്ച് ദാഹിക്കുമ്പോൾ ഒരേ വെള്ളം കുടിച്ച് കെട്ടിമറിഞ്ഞ് വീണാൽ ഒരേപോലുള്ള ചോര ഒഴുകി 10-70 കൊല്ലം ജീവിച്ച് മരിച്ചു പോകേണ്ട മനുഷ്യന്മാരാണെന്നുള്ള പ്രാഥമികമായൊരു മനുഷ്യത്വമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഒരു പുതിയ റാംബോ ഇന്ത്യയിൽ ഉണ്ടായി വരികയാണ്. യുദ്ധം, കൊല്ലൽ, സൗഹൃദം, സമാധാനം, സമത്വം, ആഭിമുഖ്യം, അടുപ്പം, സംവാദം, ഈ വാക്കുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ നെഹ്റു മുതൽ എത്ര പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ഇവിടെ നെഹ്റു സേന എന്ന് കേട്ടിട്ടില്ല, മൻമോഹൻ സിംഗ് സേന എന്നും കേട്ടിട്ടില്ല, എന്തിന് വാജ്പേയി സേന എന്ന് പോലും കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ മോദി സേന, റീമാസ്കുലനൈസേഷൻ എന്ന് പറയുന്ന പൗരുഷവൽക്കരണം. നമ്മൾ ആകെ കൂടെ കേൾക്കുന്നത് ഈ ഫാസിസ്റ്റുകൾ തലങ്ങും ബലങ്ങും പറയുന്നത്
ഈ പുനർപൗരുഷവൽക്കരണത്തെ പിന്തുണയ്ക്കുന്ന പ്രയോഗങ്ങളല്ലാതെ വേറൊന്നും അവർ പറയുന്നില്ല. സ്ഥിരത, ഇന്ത്യയുടെ സ്ഥിരത, ലക്ഷക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. വെല്ലുവിളിയുടെ സ്വരമാണ്, ഒരു യുദ്ധം ഉണ്ടാവുന്ന പോലെയാണ്. വളരെ വളരെ സങ്കീർണമായൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് കേരളവും ഇപ്പോൾ. ഇവിടെ ഇതിനെ അതിജീവിക്കാൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ അതിനെ എത്രത്തോളം ഗൗരവത്തോടെ കാണാൻ സാധിക്കുന്നുണ്ട്? അനന്തമൂർത്തിയെ നമ്മളിപ്പോൾ ഓർമ്മിച്ചെടുക്കണം. കാരണം 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ജയിച്ചാൽ ഞാൻ ഇന്ത്യ വിടും എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ആ പ്രസ്താവനയ്ക്ക് വലിയ അന്തരാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യക്ഷാർത്ഥവും പ്രധാനമായിരുന്നു. നരേന്ദ്രമോദി ജയിച്ചാൽ മതനിരപേക്ഷയും ജനാധിപത്യമൊക്കെ ഇന്ത്യയിൽ നിന്ന് വിടും എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആ മുന്നറിയിപ്പ് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടമാക്കിയത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം, മതനിരപേക്ഷത വിജയിച്ചാലും അതിൻ്റെ മുമ്പിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, സംഘപരിവാർ ഈ 5 കൊല്ലം കൊണ്ട് നമ്മുടെ ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും മാത്രമല്ല ഭാവി കാലത്തിനും തീ കൊടുത്തിരിക്കുകയാണ്. അപ്പം തുടർന്ന് അധികാരത്തിൽ വരുന്ന ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന സർക്കാരിൻ്റെ മുമ്പിൽ ഭാരിച്ച ജോലിയാണ്. അതൊരു ഔദ്യോഗിക രീതിയിൽ മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. ആ അർത്ഥത്തിൽ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ വിജയം നിലനിൽക്കണമെങ്കിൽ, ആ വിജയം അർഹിക്കുന്ന അവസ്ഥയിൽ വികസിക്കണമെങ്കിൽ ഫാസിസ്റ്റുകൾ ഒരു ഭാഗത്തും ഇന്ത്യൻ ജനത വേറൊരു ഭാഗത്തുമായിട്ടുള്ള ഒരു ധ്രുവീകരണം സംഭവിക്കണം. വൈലോപ്പിള്ളിയുടെ ഒരു പ്രയോഗമുണ്ടല്ലോ, ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ ഊഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ജനാധിപത്യം കൊലക്കയറിനെ പോലും ഊഞ്ഞാലാക്കാനാണ് നോക്കുന്നത്. ഫാസിസം ഊഞ്ഞാലിനെ കൊലക്കയറാക്കാനാണ് നോക്കല്ല, അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് വ്യത്യസ്ത തരത്തിലുള്ള പ്രതിരോധം, കലയുടെ പ്രതിരോധം. ഇപ്പം പീന ബോയ്ച്ച്, ജർമ്മൻ കലാപ്രതിഭ, അവരുടെ പ്രസിദ്ധമായുള്ളൊരു പ്രയോഗമുണ്ട്, ഡാൻസ് അതർവൈസ് വി ആർ ലോസ്റ്റ് എന്നവർ പറയുന്നുണ്ട്. 16ാം ലോക്സഭയുടെ പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്നു ഇർഫാൻ്റെ സൂക്ഷ്മമായുള്ളൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ, ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ചുള്ള വലിയൊരു സംവാദത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ തോറ്റുപോയി. ആ തോൽവിയാണ് ഇന്ത്യ പാക് വിഭജനമായിട്ട് മാറിയത്. ഇനി രണ്ടാമതൊരു തവണ കൂടി ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ചുള്ള മഹത്തായ സംവാദത്തിൽ നാം തോറ്റുപോയാൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഇന്ത്യൻ ജനത സാമ്രാജ്യത്വത്തിനെതിരെയും നാടുവാഴിത്തത്തിനെതിരെയുള്ള ദീർഘകാലത്തെ സമരത്തിലൂടെയാണ് ഒരു ഉരുക്ക് പോലെ ഉറച്ച സൗഹൃദം ഉണ്ടാക്കിയത്. ആ സൗഹൃദത്തിൽ നിന്നാണ് ഇന്ത്യൻ യൂണിയൻ ഉണ്ടായത്. ആ സൗഹൃദമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവാക്യത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതൊരു അസാധാരണമായ വാക്യമാണ്. അത് എളുപ്പത്തിലങ്ങ് ഉണ്ടായതല്ല, ജനത ഉണ്ടാക്കിയതാണ്. ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ മരണപത്രത്തിൽ ഒപ്പുവെക്കാൻ ഞങ്ങളുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ സന്നദ്ധമാവില്ല എന്ന് ഇന്ത്യൻ ജനത ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മസ്തിഷ്കം കൊണ്ടും ഒക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു സന്ദർഭമാണ്. വളരെയധികം നന്ദി.